എന്തുകൊണ്ടാണ് ചില റെസ്യൂംസ് മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാത്തത്? റെസ്യൂംസ് റിജക്റ്റ് ആവാൻ കുറേ കാരണങ്ങളുണ്ട്. മെയിനായിട്ട് റെസ്യൂം റിജക്റ്റ് ആവാനുള്ള കാരണം നമ്മുടെ സ്കിൽ സെറ്റ്, അതായത് അവർ നോക്കുന്ന സ്കിൽ സെറ്റ് നമുക്ക് പെട്ടെന്ന് നമ്മളെ റെസ്യൂമിൽ നിന്ന് കണ്ടെത്താൻ കഴിയണം. അതിന് വേണ്ടിയിട്ട് അത് ബോൾഡാക്കിയോ ബുള്ളറ്റ് പോയിന്റ് ഉപയോഗിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു റിക്രൂട്ടർ നോക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമ്മളെ സ്കിൽ സെറ്റ് കണ്ടുപിടിക്കണം. അതിപ്പോൾ മേൺ സ്റ്റാക്സ് ആണെങ്കിൽ ആ മേൺ സ്റ്റാക്സ് എന്നുള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട് എഴുതണം. റിയാക്റ്റ്, അതുപോലുള്ള നോഡ് ജെഎസ്, ജാവാസ്ക്രിപ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അവരെ കണ്ടു കിട്ടണം. പിന്നെ രണ്ടാമത്തെ കേസ് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. നമ്മളെ പ്രൊജക്റ്റാണ് അവരെ നമുക്ക് ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റുന്നൊരു സാധനം നമ്മളെ റെസ്യൂം ത്രൂവിൽ. അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ ഒന്നോ രണ്ടോ ലിങ്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പിന്നെ എല്ലാ ഓപ്പർച്യൂണിറ്റീസിനും വേണ്ടിയിട്ട് ഒറ്റ റെസ്യൂം ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ്, എല്ലാം കുറേ കാര്യങ്ങൾ ന്യൂട്രലായിട്ട് നിർത്തുന്നത്, ആ ഒരു രീതി ശരിക്കും ശരിയല്ല. നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു ഏരിയ നോക്കുകയാണെങ്കിൽ ആ ഏരിയക്കുള്ള റെസ്യൂം സെപ്പറേറ്റ് ആക്കി നിർത്തുക. ഇന്ന് കഴിഞ്ഞാൽ മാത്രം ഇനിയിപ്പോൾ വേറെ ഏരിയ നോക്കുന്നുണ്ടോ അപ്പോൾ അതിന് വേറെ റെസ്യൂം, ആ ഒരു രീതിയിൽ കീപ്പ് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. മറ്റേ ജനറിക് ആയിട്ടുള്ളൊരു ഫോർമാറ്റ് ഉപയോഗിക്കുക, എന്നിട്ട് എല്ലാവർക്കും ഉപയോഗിക്കുക, ആ ഒരു രീതിയും കൂടി റെസ്യൂമിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ റെസ്യൂംസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ റെസ്യൂം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റിങ്ങും കാര്യങ്ങളും കണ്ടു കഴിയുമ്പോൾ നമ്മളായിട്ട് റിക്രൂട്ടർക്ക് പേഴ്സണലി ഒരു ടച്ച് വരുന്ന രീതിയിൽ വരണം. അല്ലാതെ റിക്രൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദിവസം ഒരുപാട് 10-20 റെസ്യൂമി മിനിമം അവർ കാണുന്നതാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ റെസ്യൂമർ സെലക്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം നമ്മളതിൽ ഫിറ്റ് ചെയ്യണ്ടേ.